നീണ്ടകര മത്സ്യബന്ധന തുറമുഖത്ത് നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. തീരക്കടലിൽ അമിത വെളിച്ചം ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതും പുറത്തുനിന്നും വാഹനങ്ങളിൽ മത്സ്യം കൊണ്ടുവന്ന് വിൽക്കുന്നതിനുമെതിരെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ടവരാണ് പ്രതിഷേധിച്ചത്. പുലർച്ചെ പ്രകടനം നടത്തിയവർ തുറമുഖത്തെത്തിയ ഇതര സംസ്ഥാന ബോട്ടിൽ നിന്നും മത്സ്യം ഇറക്കുന്നത് തടഞ്ഞതോടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. തീരക്കടലിൽ അമിത വെളിച്ചം ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതും പുറത്തുനിന്നും വാഹനങ്ങളിൽ കൊണ്ടുവന്ന മത്സ്യം വിൽപ്പന നടത്തുന്നതിനുമെതിരെ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടവർ സംയുക്തമായി നീണ്ടകര മത്സ്യബന്ധന തുറമുഖത്ത് നടത്തിയ പ്രതിഷേധമാണ് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായത്. വെള്ളിയാഴ്ച പുലർച്ചെ പ്രകടനം നടത്തിയവർ ഈ സമയം തുറമുഖത്തെത്തിയ ഇതര സംസ്ഥാന ബോട്ടിൽ നിന്നും മത്സ്യം ഇറക്കുന്നത് തടഞ്ഞു. സംഘർഷാവസ്ഥ ഉടലെടുത്തതോടെ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി. മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ, കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവന, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ എന്നിവർ, മത്സ്യത്തൊഴിലാളികൾ, അനുബന്ധ തൊഴിലാളികൾ, ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, ധീവരസഭാ ഭാരവാഹികൾ എന്നിവരുമായി ചർച്ച നടത്തിയാണ് താൽക്കാലികമായി പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. തീരക്കടൽ കേന്ദ്രീകരിച്ച് ഇതര സംസ്ഥാന ബോട്ടുകളും വള്ളങ്ങളും അശാസ്ത്രീയമായി അമിത വെളിച്ചം ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകമാണ്. പരാതികൾ നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ഇവരുടെ ആക്ഷേപം. ഈ ലൈറ്റ് വെച്ച് മീൻ പിടിക്കുന്നതിന് എതിരെ 100 പരാതികളാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാതെയാണ് ഇപ്പൊ ഈ രീതിയിലുള്ള തെക്കൻ മേഖല കേന്ദ്രീകരിച്ച് കടലിന്റെ നീളത്തിനാണ് ഈ ലൈറ്റ് വെച്ച് മീൻ പിടിക്കുന്നത്. നിലവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോയിട്ട് ഒരു മീനും കടലിൽ നിൽക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലെ സംജാതമായി. അതിനെതിരെ കർശനമായ നിരോധനം. പുറത്തുനിന്നും വാഹനങ്ങളിൽ എത്തിക്കുന്ന മത്സ്യം സ്ഥിരമായി വിൽപ്പന നടത്തുന്നത് കാരണം ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും ലഭിക്കുന്ന മത്സ്യങ്ങൾക്ക് വില നൽകുന്നില്ല. ഇതര സംസ്ഥാന യാനങ്ങൾക്ക് യൂസർ ഫീ അടച്ചാൽ നീണ്ടകരയിൽ മത്സ്യം വിൽക്കാമെന്ന നിബന്ധന ഒഴിവാക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. അതായത് ഹാർബറിലെ ഒരു പീക്ക് ടൈമിൽ, അതായത് കച്ചവടക്കാർ കൂടുതലുള്ള മീന് വരെയുള്ള സമയം 1 മണിക്കൂറോ അരമണിക്കൂറോ ഈ മീൻ വിൽക്കുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഈ ബോട്ട് മാറ്റിയിടുക. അങ്ങനെ 7-8 ദിവസമെടുത്തിട്ടാണ് ഈ മീൻ വിൽക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തുമ്പോഴത്തേക്ക് ലക്ഷദ്വീപിൽ നിന്ന് കൊണ്ടുവരുന്ന മീനുകളാണ് ഈ ബോട്ടുകളിൽ വൻതോതിൽ ഇവിടെ കൊണ്ടുവന്ന് വിപണനം നടത്തുന്നത്. ഇത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ബോട്ടുകാരും കൊണ്ടുവരുന്ന നാമമാത്രമായ മത്സ്യത്തിന് യാതൊരു വിലയും ലഭ്യമാകുന്നില്ല. അത് ഈ സമയങ്ങളിൽ സാധാരണ നമുക്ക് 100-150 രൂപ ലഭ്യമാകുന്ന മീൻ ഇവരിങ്ങനെ കൊണ്ട് മീൻ വിൽക്കുന്നതുകൊണ്ട് 50 രൂപ, 40 രൂപ, 60 രൂപ അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ വൻ കടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ അധികാരികളിൽ DD ആയിക്കോട്ടെ, കളക്ടർ ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, ഇവരെല്ലാം ശ്രദ്ധപ്പെടുത്തിയിട്ടും ഇവരെല്ലാവരും നടപടി എടുക്കാവുന്ന പഴയതെങ്കിൽ പോലും താഴെത്തട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ജില്ലാ കളക്ടർ, വകുപ്പ് മന്ത്രി എന്നിവരുമായി ചർച്ച ചെയ്ത പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന തൊഴിലാളികൾക്ക് ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധത്തിന് അയവ് വന്നത്. ഇതിനിടെ വിൽപ്പനയ്ക്കെത്തിയ ബോട്ട് അധികൃതർ കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്കായി കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, ചവറ.